ഏതാനും ദിവസങ്ങൾക്ക് മുൻപ് അമ്മുമ്മയുടെ വീട്ടിൽ നിൽക്കാൻ സാധിക്കില്ല, കുഞ്ഞിനൊക്കെ എപ്പോഴും അസുഖമാണ് എന്ന് പറഞ്ഞുകൊണ്ട് തൻവീർ ഒരു വീഡിയോ പുറത്തു വന്നിരുന്നു. ഇതിന് പിന്നാലെ അഹാൻ ഒരു വീഡിയോ പങ്കുവച്ചിരുന്നു. സത്യങ്ങൾ ഓരോന്നോരോന്നായി പുറത്തു വരും എന്നത്. തൻവീർ ഇത് പറഞ്ഞെങ്കിലും ഒരിക്കലും അതല്ല കാരണം എന്നത് തന്നെയാണ് എല്ലാവർക്കും മനസ്സിലാകുന്നൊരു കാര്യം. വെറുതെ പൊടിയുള്ളത് കാരണം ക്ലീൻ ചെയ്യുന്നതിന് പകരം ഇതിപ്പോൾ ഇറങ്ങിപ്പോരുകയാണോ ചെയ്യേണ്ടത്? ഇതാണ് എല്ലാവരും ചോദിക്കുന്നത്. അങ്ങനെ പോകുന്നുവെങ്കിൽ അമ്മുമ്മയും കൂടി കൊണ്ടുവരാമായിരുന്നില്ലേ? ഇങ്ങനെയും പലരും ചോദിക്കുന്നു. ഇതിന് പിന്നാലെ അഹാനയുടെ പോസ്റ്റ് വന്നപ്പോൾ എല്ലാവർക്കും മനസ്സിലായി അമ്മുമ്മ ഇപ്പോൾ തൻവിയെയും ഒറ്റപ്പെടുത്തി എന്നുള്ള കാര്യം. തൻവിയും മക്കളും ഭർത്താവും അവിടെ നിന്ന് ഇറങ്ങാനുള്ള കാരണവും അമ്മുമ്മയുടെ സ്വഭാവം തന്നെയാണെന്ന് മനസ്സിലാക്കാം. ആ വീട്ടിൽ ഭയങ്കര പൊടിയാണ്. ആ വീട്ടിൽ നിന്ന് കഴിഞ്ഞാൽ വളരെയധികം കുട്ടികൾക്ക് ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ടാകും. ആ കാരണം മനസ്സിലാകുന്നു. എന്നാൽ ആ കാരണത്തിന് ശരിക്കും പറഞ്ഞാൽ എലിയെ പിടിച്ച് ഇല്ലം ചുടുന്നത് പോലെയാണ് നമ്മുടെ തൻവി ചെയ്യുന്നതെന്നാണ് പറയുന്നത്. അമ്മുമ്മയ്ക്ക് വേണ്ടിയാണ് അവിടെ നിൽക്കുന്നതെന്ന് മുൻപൊരിക്കലും തൻവി പറഞ്ഞിട്ടുണ്ട്. ആ പ്രശ്നം നടന്ന സമയത്ത് ഉൾപ്പെടെ തൻവി അത് തന്നെയാണ് പറഞ്ഞത്. എന്നാൽ ഇത്ര പെട്ടെന്ന് അമ്മുമ്മയുടെ അരിയിൽ നിന്ന് മാറുമ്പോൾ സ്വാഭാവികമായി എല്ലാവർക്കും ആ ചോദ്യം ഉള്ളിലുണ്ടാകും. അമ്മുമ്മയുമായിട്ട് അടുത്ത് നിൽക്കാൻ വളരെയധികം പ്രയാസമാണെന്ന് ഇതിനു മുമ്പ് തന്നെ പലരും പറഞ്ഞതായി ഇവർ വീഡിയോയിൽ പറഞ്ഞിട്ടുമുണ്ട്. പലരുടെയും വീഡിയോയും മെസ്സേജുകളും എല്ലാം കാണുകയും കാണിച്ചു തരികയും ചെയ്തിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ അമ്മുമ്മയുടെ അടുത്ത് നിൽക്കാൻ പ്രയാസമാണ് എന്ന് തൻവിക്ക് പറയാൻ പറ്റുന്നില്ല. അതുകൊണ്ട് തന്നെ തൻവി പ്രശ്നങ്ങളൊന്നുമില്ല എന്ന് ധരിപ്പിക്കുകയാണ് എന്നാണ് പ്രേക്ഷകർക്ക് തന്നെ തോന്നുന്നത്. തൻവിയും അമ്മുമ്മയും തമ്മിൽ എന്തോ പ്രശ്നമുണ്ടായി. അതുകൊണ്ട് തന്നെയാണ് മക്കളെയും കൊണ്ട് തൻവി ആ വീട്ടിൽ നിന്ന് ഇറങ്ങിയത്. പൊടിയായിരുന്നു പ്രശ്നമെങ്കിൽ തൻവി അത് ക്ലീൻ ചെയ്തിട്ട് അവിടെ നിന്നേനെ. ഒരിക്കലും അമ്മുമ്മയെ ഒറ്റയ്ക്കാക്കിയിട്ട് വരില്ല. അമ്മുമ്മയോട് വളരെയധികം സ്നേഹമുള്ളൊരു പെൺകുട്ടി തന്നെയാണ് തൻവി. അതൊക്കെ ഞങ്ങൾ സമ്മതിച്ചു. അതൊക്കെ ഞങ്ങൾക്ക് അറിയാവുന്ന കാര്യം കൂടിയാണ്. പക്ഷേ അതല്ലാതെ മറ്റെന്തൊക്കെയോ സംഭവിച്ചിട്ടുണ്ട്. അതൊരു സത്യം തന്നെയാണ് എന്ന് പറഞ്ഞേ മതിയാകൂ. അഹാനയുടെ പോസ്റ്റ് കൂടി ആയപ്പോൾ എല്ലാവർക്കും അത് മനസ്സിലായി. പ്രേക്ഷകർക്ക് നന്നായി മനസ്സിലായി. സോഷ്യൽ മീഡിയയിൽ അത് ഏറ്റെടുക്കുന്ന കാര്യങ്ങളായി മാറുന്നതിനെക്കുറിച്ചും പറയുന്നുണ്ട്. ഓരോ തവണയും ആരാധകർ വളരെയധികം സ്നേഹത്തോടെ അതിനെക്കുറിച്ച് സംസാരിക്കുകയും ചെയ്യുന്നുണ്ട്. പ്രേക്ഷകരുടെ പ്രീതി വളരെയധികം നന്നായി ലഭിക്കുന്ന വാർത്തയായി ഇത് മാറുകയും ചെയ്യുന്നു. ആരാധകർ തന്നെ വളരെയധികം സോഷ്യൽ മീഡിയയിൽ ചർച്ച ചെയ്യുന്ന വാർത്തയായി ഇത് മാറുന്നുണ്ട്. കാരണം എല്ലാവരും ഈ ഒരു വിഷയത്തെക്കുറിച്ച് അറിയുന്നവരാണ്. അമ്മുമ്മയുടെ സൈഡ് പിടിച്ചവരും അഹാനയുടെ സൈഡ് പിടിച്ചവരും ഒക്കെ നിരവധി പേരാണ്. അമ്മുമ്മ ഇങ്ങനെ തന്നെയാണ് എന്ന് തെളിയിക്കുന്ന ഒരു വീഡിയോ കൂടിയാണിത്. സത്യം പുറത്തു വരും, എന്നായാലും മറന്നേക്ക് പുറത്തു വരും. ഒരുപാട് നാൾ നമുക്ക് സത്യത്തെ കളിപ്പിച്ചു വെക്കാനാകില്ല, അല്ലെങ്കിൽ അതിനെ അങ്ങനെ മറയിച്ചു വെക്കാനാകില്ല എന്നതിനുള്ള തെളിവ് എന്നൊക്കെയാണ് അഹാന പറയുന്നത്. അഹാന ഒന്നും മിണ്ടാതെ ഈ പോസ്റ്റ് പങ്കുവെച്ചു. എന്നാൽ പ്രേക്ഷകർക്ക് കാര്യമെല്ലാം മനസ്സിലായി. പ്രേക്ഷകർ അന്നേരം മുതൽ തന്നെ ഇതിനെക്കുറിച്ച് സോഷ്യൽ മീഡിയയിൽ ചർച്ച ചെയ്യുന്നുണ്ട്. ആരാധകരെല്ലാവരും ഇതിനെക്കുറിച്ച് സംസാരിക്കുകയും ചെയ്യുന്നത് നമുക്ക് മനസ്സിലാവുകയും ചെയ്യുന്നുണ്ടെന്ന് പറയാം. കൂടുതൽ സിനിമ, സീരിയൽ, ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.